മറ്റൊരു ജോലി ശരിയാവുന്നത് വരെ നല്ലൊരു വരുമാനമുള്ള ജോലി വേണ്ടേ? എനിക്കാണെങ്കിൽ കൈത്തൊഴിലൊന്നും വശവും ഇല്ല. ആകെ അറിയാവുന്നതേ ഡ്രൈവിംഗാ. അത് ചെയ്യുന്നതിൽ എനിക്ക് മാനക്കേടൊന്നുമില്ല. പണിയെടുക്കണം, കാശുണ്ടാക്കണം, എനിക്കത്രേ ഉള്ളൂ. നിന്റെ ഉത്സാഹമൊക്കെ കൊള്ളാം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ മകളായതുകൊണ്ട് അതിന്റെ അനുഭവം കൊണ്ട് പറയാം. ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല ഹരീഷ്. കഷ്ടപ്പാട് പിടിച്ച പണിയോ. നീ ഒന്ന് വെയിറ്റ് ചെയ്, നല്ലൊരു ജോലി നിനക്ക് കിട്ടും. സോറി ശ്രീലക്ഷ്മി, ഞാനൊരു കൈ നോക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഓട്ടോ ഓടിയാ 1000 രൂപ വരെയൊക്കെ ബാലൻസ് പിടിക്കാൻ പറ്റുമെന്നാ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാര് പറഞ്ഞത്. നീ നോക്കിക്കോ, നമ്മുടെ വീട്ടു ചെലവും നിന്റെ പഠിത്തത്തിന്റെ ഫീസിനുള്ളതും ഒക്കെ ഞാൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കും. ഐ എം സോറി ഹരീഷ്. നീ എങ്ങനെ ജീവിക്കേണ്ടവനോ? എന്നെ പോലൊരു ഗതിയില്ലാത്തവളെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് നിനക്ക് എന്തെങ്കിലും തോന്നുവാടാ? താൻ എന്തായി പറയുന്നത്? എടോ, എനിക്ക് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കണമെന്നായിരുന്നു ചെറുപ്പം മുതലുള്ള ആഗ്രഹം. സ്നേഹിച്ച പെണ്ണിനെ കെട്ടി സ്വന്തം അധ്വാനത്തിൽ ജീവിക്കാനേ ഭാഗ്യം വേണം ശ്രീലക്ഷ്മി. എനിക്കേ നല്ല വിശപ്പ്. താൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അയ്യോ സോറി, ഇല്ല. ഞാൻ ഇപ്പൊ ഫുഡ് റെഡിയാക്കി തരാം. വേണ്ട, നമുക്കിന്നേ പുറത്തുനിന്ന് കഴിക്കാം. പുറത്ത് ഓട്ടോ കിടപ്പുണ്ട്, നമുക്ക് ഓട്ടോയിൽ പോവാം. ആദ്യ സവാരി നമ്മൾ ഒരുമിച്ച്. ശരി. ദൈവമേ, വീണുങ്ങളുടെ ഞാനാണ് DNA റിപ്പോർട്ട് മാറ്റിയതെന്ന് മനസ്സിലാവല്ലേ? ഹലോ CP. അതെ അതെ, ഞാനൊരു മന്ത്ലി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് അയക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ. പിന്നെ മെയിൻ ജംഗ്ഷനിലുകൾ വെക്കേണ്ട വലിയ പുതിയ കട്ടൗട്ടുകളുടെ കാര്യം എന്തായി? ശരി, ഓക്കെ. എന്താ മാഡം? ഒന്നുമില്ല. കുറെ നേരം ആയല്ലോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്നു. എന്താ അവിടെ? ഒന്നുമില്ലെന്നേ. ശരി. രാജു, ദാ അച്ഛൻ വന്നോ? ദാട്ടെ വെള്ളം. അല്ല, പോയ കാര്യം എന്തായി? രാജുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട റിപ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടിയോ? ഇല്ലടി. അതെവിടെയാ, എങ്ങനെയാ നഷ്ടപ്പെട്ടെന്നെങ്കിലും അറിയാൻ പറ്റുമോ സാർ? ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ CCTV ഫുട്ടേജ് ഞാനെടുത്ത് നോക്കിയിടാ. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയില് എല്ലാം റെക്കോർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാജു പറഞ്ഞ പോലെ ഒരു റിപ്പോർട്ടും രാജുവിന്റെ പോക്കറ്റിൽ നിന്ന് പോവുകയോ ആരും എടുത്ത് മാറ്റുന്നതായോ ആ ക്യാമറയിലെ കാഴ്ചകളിൽ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ചാ? ആശുപത്രിയിലും തിരക്കിടാ. അതാ ഞാൻ വരെ ഇത്രയും താമസിച്ചത്. ആശുപത്രിയിൽ നിന്ന് എന്ത് പറഞ്ഞു വെച്ചാ? ഒരു ബലം ഉണ്ടായില്ല. അവിടെ ആരും അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ മോനെ, അത് പോട്ടെ. ആ വെപ്രാളത്തിനിടയിലേ ആ പേപ്പർ എവിടെ പോയെന്ന് ആര് കണ്ടു? തിരികെ കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടും, അത്ര തന്നെ. നിങ്ങൾ ഇനി അതിനെക്കുറിച്ചുള്ള സംസാരം വിട്. വന്നെന്തെങ്കിലും കഴിക്ക. നീ മനസ്സ് ശാന്തമാക്കി വെച്ചിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഇലക്ഷൻ കാലത്തിൽ മാത്രം ശ്രദ്ധിക്കേ. ശരി സാർ. കൃതിക മാഡം, ഒരു നിമിഷം. അതെ, നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കടി. എന്താ രാജുവിനോട് ഞാൻ പറഞ്ഞത് നുണയാണെന്ന് കൃതിക മാഡത്തിന് അറിയാലോ അല്ലേ? അങ്കിളെ, അത് ഞാൻ
ആക്സിഡന്റ് ആയ രാജുവിന്റെ പോക്കറ്റിൽ നിന്ന് കൃതിക മാഡം ഒരു പേപ്പർ എടുത്ത് മാറ്റുന്നത് ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതെന്റെ 2 കണ്ണുകൊണ്ടും കണ്ടു ബോധിച്ചിട്ടാ കൃതിക മാഡത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്കിളെ ഐ എം സോറി അങ്കിളെ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും നുണ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് അങ്കിളിന് അറിയാമോ? ഞാൻ പറയാം അങ്കിളെ, സത്യം എന്താണെന്ന് ഞാൻ പറയാം. രാജുവിന് വേണ്ട കൃതിക മാഡം, മാഡത്തിന് പറയാനുള്ള കാരണം എന്തായാലും അതിനി എന്നോട് പറയണ്ട. അങ്കിൾ, ഞാൻ കൃതിക മാഡം വെറുതെ അങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്ത് മാറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ആ റിപ്പോർട്ടിന് ഒരു പെൺകുട്ടിയുടെ ജീവന്റെ വിലയുണ്ട്. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ ജനനത്തിന്റെ പിന്നിലുള്ള സത്യത്തിന്റെ ആധാരമാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കൃതിക മാഡം മാറ്റിവെക്കണമെങ്കിൽ അതിന്റെ പിന്നില് ശക്തമായ ഒരു കാരണം ഉണ്ടാവും. മാഡം ധൈര്യമായിട്ടിരിക്കും, ഞാനിതാരോടും പറയില്ല. കടക്കാരൻ കാണിച്ച CCTV ദൃശ്യങ്ങൾ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കൃതിക മാഡം ഫ്രഷായിട്ട് രാജുവിനെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് അത്താഴം കഴിക്കാം. താങ്ക് യു അങ്കിൾ. എന്താ മാഡം ഇത്? മാഡം ചെല്ല്. മതിയടാ ബൈക്കും എനിക്കത്. വർമ്മ സാർ അവിടെ റെഡി ആയി കാണും. ദാ, ഇതേ അപ്പമോക്കുള്ള സ്പെഷ്യലാ. രാധമ്മ അപ്പമോക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാന്ന് പറയണം. ശരി അതമേ. ലതിക മാഡം, എള്ളുമിഠായി ആയിരിക്കും അല്ലേ? അതെങ്ങനെ രാജുവിന് മനസ്സിലായി? ചേച്ചി പണ്ട് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതുപോലെ പൊതികളായിട്ട് എല്ലാ ആഴ്ചയും അമ്മ എന്നെ ഹോസ്റ്റലിലേക്ക് അയക്കുമായിരുന്നു. എനിക്ക് പൊതി കണ്ട അറിയില്ലേ മാഡം? പോടാ. വലിയ ചിരി സന്തോഷമൊക്കെ ആണല്ലോ. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചെറിയ ജീവിതമല്ലേ. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. രാജു നിങ്ങൾ വന്നേ, എനിക്ക് രാജുവിനോടൊരു കാര്യം സംസാരിക്കണം. ആലോചിച്ച് നിൽക്കാതെ വാ രാജു, 1 മിനിറ്റ് മതി. രാജുവിനും പ്രയോജനമുള്ള കാര്യം. എന്താ രാജുവിന്റെ ഉദ്ദേശം? എന്ത്? എന്റെ ചേട്ടന്റെ ശ്രീയുടെയും കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. രാജുവിന്റെ അച്ഛനമ്മമാർക്ക് ഏക ആൺതരിയായ രാജു എങ്ങനെയാണോ, എന്റെ അച്ഛനമ്മമാർക്ക് എന്റെ ചേട്ടനും അങ്ങനെ തന്നെയാ. ഹരീഷിന്റെയും ശ്രീയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇപ്പൊ എന്താ നിനക്ക് അവരോടൊരു സിമ്പതി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ ഇതിനു മുമ്പ് പെരുമാറിയിരുന്നത്. രാജു, ഇത് തർക്കിക്കാനുള്ള സമയമല്ല. എന്റെ ചേട്ടൻ ശ്രീയെ കല്യാണം കഴിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് നടത്തിക്കൊടുത്തത് അവളായി പോയത് മാത്രമാ എന്റെ പ്രശ്നം. രാജു ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സന്തോഷത്തോടെയാ നമ്മുടെ 2 ആളുടെയും കുടുംബം ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. എന്റെ അമ്മ എത്രമാത്രം കർക്കശക്കാരിയായിരുന്നെങ്കിലും പിശുക്ക് കാണിക്കുന്ന ആളായിരുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ അമ്മ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഹരീഷിനെ കൊണ്ട് ശ്രീലക്ഷ്മി വിവാഹം കഴിപ്പിക്കാൻ പോലും എന്റെ അമ്മ സമ്മതിച്ചതാ. അന്ന് ഇവളെയും കൊണ്ട് രാജു വീട്ടിലേക്ക് കയറി വന്നപ്പോ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇവിടെ ഇതുവരെ അത് തീർന്നിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും നാണക്കേട് കാരണം വീട് വിട്ട് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന് രാജുവിനറിയോ?
രാജുവിന് ആക്സിഡന്റ് ഉണ്ടായിട്ട് മാറി നിന്ന് രാജുവിനെ ഒരു നോക്ക് കാണാനേ എനിക്ക് സാധിച്ചുള്ളൂ. ഇനിയും എനിക്കിങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നീ എന്തൊക്കെ രമ്യ ഈ പറയുന്നത്? എനിക്ക് എന്റെ കുടുംബവും രാജുവിന്റെ കുടുംബവും പഴയതുപോലെ സന്തോഷായിട്ട് കഴിയണം. അത്രയും മതി. ഹരീഷിനെ ശ്രീലക്ഷ്മിയും നിറപറയും നിലവിളക്കുമായി എന്റെ അമ്മ സ്വീകരിക്കും. ശ്രീലക്ഷ്മി അവളുടെ ഇഷ്ടത്തിന് എന്റെ അമ്മ പഠിപ്പിക്കും. പക്ഷേ അതിന് നീ കൂടി മനസ്സ് വെക്കണം രാജു. അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയാം രാജു. രമ്യ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ രമ്യ സ്വന്തമാക്കാതിരുന്നിട്ടില്ല. പക്ഷെ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ആഗ്രഹിച്ചതും രാജുവിനെ. അതിന് തടസ്സമായി നിൽക്കുന്നവൾ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോണം. ഞാൻ അത് വേണ്ട. ആ നടക്കാത്ത കല്യാണത്തെ കുറിച്ചുള്ള നുണക്കഥ ഇനിയും എന്നോട് ആവർത്തിക്കണ്ട. ഋതിക ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കള്ളം കാണിച്ചതെന്നും അവളുടെ മനസ്സില് രാജുവിനോട് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. രാജു സ്വയം ഒന്ന് ആലോചിക്ക്. ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. മോനെ, എന്താ രമ്യ പറഞ്ഞത്? ഏയ്, അവൾ എന്ത് പറയാനമ്മേ? അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? ഏയ്, എന്ത് പ്രശ്നം? ഋതിക മാഡം വാ, സമയം വൈകുന്നു. വാ. പോയിട്ട് വരാം രാധമ്മേ. ശരി മോളെ. ശരി അമ്മ. പോയിട്ട് വാ. എന്നാലും രമ്യ എന്തായിരിക്കും രാജുവിനോട് പറഞ്ഞത്? നമസ്കാരം. നമസ്കാരം വർമ്മ സാറ്. എന്താ സുഖല്ലേ? ഓ സുഖം. അപ്പൊ അറിയാലോ, ഇലക്ഷൻ ആണ്, വോട്ട് ചെയ്യാൻ മറക്കരുത്. ഓ ശരി സാർ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം സാർ. ശരി, ഞാൻ വീട്ടിൽ കയറി അച്ഛനമ്മയും കണ്ടോളാം. ഓ ശരി സാർ. അപ്പോ വോട്ടിടാൻ മറക്കരുത്. എന്താ രാജു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല വർമ്മ സാറേ. വരൂ. മാഡം ഒരു മിനിറ്റ്. ഞങ്ങളുടെ സ്വന്തം ആളാ വർമ്മ സാറ്. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. ദൈവമേ, എന്നെ കാണരുതേ. വർമ്മ സാറേ. ആ, താനായിരുന്നോ? താൻ പുതിയ കാറൊക്കെ വാങ്ങിയോ? അയ്യോ ഇല്ല സാറേ, ഇതിവിടെ അടുത്ത് പുതിയതായിട്ട് താമസത്തിന് വന്ന മാഡത്തിന്റെ കാറ്. ഞാനിപ്പോ മാഡത്തിന്റെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, ഇലക്ഷനാണ്, മറക്കാതെ വോട്ട് ചെയ്യാൻ എത്തണം. ആ, വോട്ട് ആർക്കാ ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ല,
അത് തന്റെ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് തരുന്ന വർമ്മ സാറിന് തന്നെയാ എന്റെ വോട്ട്. ശരി വർമ്മ സാറേ, മാഡത്തിനെ വീട്ടിലെത്തിക്കണം. ഞാനങ്ങോട്ട്. സാബു, നീ മാഡത്തെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഏയ്, എന്തിന്? വോട്ട് ചോദിക്കണ്ടേ വർമ്മ സാറേ? എടോ, അവർ ഈ നാട്ടുകാരിലെന്നല്ലേ സാബു പറഞ്ഞത്. അവർക്ക് ഇവിടെ ആയിരിക്കില്ല വോട്ട്. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? സാവച്ചേട്ടൻ ചെന്നൊന്ന് കാർ എടുക്കാം. ശരി. പോവാം മാഡം. പോവാ. എന്താ ഏട്ടാ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ലടി. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ എവിടെ നിന്ന് തുടങ്ങിയ ജീവിതം നമ്മുടെ. വർഷങ്ങൾക്കിപ്പുറം ഈ വീട്ടിലിരുന്ന് പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കണ്ണടച്ച് തുറക്കും മുമ്പ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ തോന്നണം. നിങ്ങൾ എന്തിനാ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നത്? അത് തന്നെ ഞാനും ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്താടി ഓർക്കുമ്പോ സന്തോഷിക്കാൻ പറ്റുന്ന ഓർമ്മകളൊന്നും ഇല്ലാത്തത്? സത്യത്തിൽ നമ്മുടെ ജീവിതത്തില് സന്തോഷമില്ലായിരുന്നോ? അതോ സന്തോഷത്തോടെ ആസ്വദിക്കേണ്ട നിമിഷങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോയോ? പൊന്നുപോലത്തെ 3 മക്കൾ ദൈവം നമുക്ക് തന്നിട്ടും അവർക്ക് സ്വന്തമായി 1 സെന്റ് ഭൂമിയോ വീടോ ഒന്നും സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാധേ, നിങ്ങൾക്കിത് എന്താ വേണുവേട്ടാ? ഇതിപ്പം കുറച്ചുനാൾ ഇതൊന്നും ഇല്ലാതിരുന്നാണല്ലോ. ആവശ്യമില്ലാത്ത എല്ലാം ചിന്തിച്ചു കൂട്ടി ഇനി വല്ലതും വരുത്തി വെക്കല്ലേ ചേട്ടാ. നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് ദൈവം നമുക്കൊരു നല്ല കാലം കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളോട്? നിങ്ങളെ സമാധാനിക്കുന്നേ. ഇനി എപ്പോഴാ രാധേ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം പോലെ അവളുടെ വിവാഹം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല? നമ്മുടെ മകനൊരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ അവന്റെ ചികിത്സയ്ക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മക്കൾക്ക് ഗുണമില്ലാതെ ഈ ഭൂമിക്ക് ഭാരമായി ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണെന്ന് തോന്നുക. ദേ വേണുട്ടാ, മതിയാക്കിക്കോ കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നോണ്ടാ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത്. ദേ, ആ ഓട്ടോ എടുത്തോണ്ട് സ്റ്റാൻഡിലേക്ക് പോ. ശ്രീയുടെ കല്യാണ കാര്യം പറഞ്ഞ് ആരും നിങ്ങളോട് ഇനി ഒന്നും പറയില്ല. അതോർത്ത് വിഷമിച്ചിങ്ങനെ വീട്ടിയിരുന്ന നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത മാത്രം ചിന്തിക്കൂ. നീ പറഞ്ഞത് ശരിയാ. ഇങ്ങനെ വീട്ടിലിരുന്നാലേ ബാധ്യതകളുടെയും നഷ്ടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാര്യം മാത്രമേ ഓർമ്മ വരൂ. ആ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. രാധമ്മേ, ഇനി എന്താ? നീ ഇങ്ങനെ കടിച്ചു കയറാൻ വരില്ലേടി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയ്. കൃതിക മാഡത്തിന്റെ ഓർണമെന്റ്സ് ആ രമ്യയുടെ വീട്ടിലാ. കൃതിക മാഡത്തിന് ഏറെ പ്രിയപ്പെട്ട വർമ്മ സാറിന്റെ ഫോട്ടോയും അവരുടെ വീട്ടിലാ. അത് നമുക്ക് തിരിച്ചു വാങ്ങി കൃതിക മാഡത്തിന് കൊടുക്കണം. അതിന് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന തുകയാണോ നമ്മൾ രുക്മിണിക്ക് കൊടുക്കാനുള്ളത്? 10 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും വേണുവേട്ടാ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. എന്റെ ഓട്ടോ റീഫിനാൻസ് ഇടാം, അല്ലെങ്കിൽ വിൽക്കാം. ഓട്ടോ വിൽക്കാനോ? നീ ഒന്ന് പതുക്കെ പറ. വീടിന്റെ അഗ്രിമെന്റ് തീരാൻ ഇനി 3 മാസം സമയമുണ്ട്. അതിനു മുമ്പ് ഓട്ടോയുടെ നിലവിലെ ഫിനാൻസ് തീരും. ഒന്നുകിൽ റീഫിനാൻസ് ഇടാം, അല്ലെങ്കിൽ കിട്ടുന്ന വിലക്ക് വിൽക്കാം. നീ ആ ചെട്ടി അടുത്ത മാസം വേണമെന്ന് അവരോട് പറ. ശരി. ആ,
കുട്ടിക്കാലത്തുണ്ടാക്കിയതെല്ലാം കൂടപ്പിറപ്പുകൾക്കും ബന്ധുക്കൾക്കും കൊടുത്ത് എല്ലാരും വലിയ നിലയിലാക്കി. ഇപ്പൊ മക്കളുടെ കാര്യങ്ങൾക്ക് സഹായത്തിന് പോലും ആരുമില്ല. ദൈവമേ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തിട്ടുള്ള ഈ മനുഷ്യന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനസമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരവസരം നീ കൊടുക്കണേ. ഇരിക്കണോ? എന്താ രാജു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? നടന്ന് ക്ഷീണിച്ചതല്ലേ, ഇനി കുറച്ചു നേരം വിശ്രമിക്കുക. ഏയ് സാരില്ല സാറേ, ഞാനിവിടെ നിന്നോളാം. അങ്ങോട്ട് കൊടുക്ക. വേണ്ട മോളെ. വേണ്ട വേണ്ട. സത്യം പറയല്ലോ വർമ്മ സാറേ, രാജു ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയ ശേഷം എല്ലാരും അങ്ങ് ഉഷാറായി. ആകെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബുണ്ട്. ഇപ്പോഴാ പ്രചരണമൊക്കെ ഒന്ന് ഉഷാറായത്. ഇപ്പൊ തന്നെ നമ്മൾ പല മേഖലകളും കവർ ചെയ്ത് കഴിഞ്ഞു. അവന്മാർക്ക് കാശ് കൊടുത്ത് പറയിക്കുന്നതാ. ഒന്ന് മിണ്ടാതിരിക്കടാ.